ഈ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ലാത്ത പ്രണയം പുരുഷന്മാർക്ക് വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മലയാളി പുരുഷന്മാർക്ക്. ഈ മെൻസ് കമ്മീഷൻ വേണ്ടതുണ്ടോ? അയ്യോ, അത്യാവശ്യമാണ്. നമ്മൾ ഈ ആണത്തം എന്ന് പറയുന്നത് ശരിക്കും ആണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മറ്റെല്ലാ സ്ത്രീകൾക്കും സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയാൻ നമ്മൾ ആളല്ല. റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും അതിർത്തികൾക്കുള്ളിലുള്ള ദേശീയതയിൽ വിശ്വസിക്കുന്നവരല്ല. സ്ത്രീകളുടെ ഒരു കോൺഫിഡൻസ് അവർക്ക് കാണാൻ താല്പര്യമില്ല. ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുരുഷന് മറ്റു പുരുഷന് മനസ്സിലായിട്ടുണ്ടോ? ആണത്തം, പൗരുഷം, പിന്നെ എന്താണ് ആൺകുട്ടി എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ പൊളിച്ചെഴുതേണ്ടിയിരിക്കുന്നു. സ്ത്രീവിരുദ്ധത ആഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ പിന്നെ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് നോർമലൈസ്ഡാണ്. രാഹുൽ ഈശ്വർ ഇന്നിപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ ഈശ്വറുമായിട്ട് ചെറിയൊരു ഒടക്ക് എനിക്ക് വ്യക്തികൾ എന്നെ ബാധിക്കുന്നതേ ഇല്ല. എനിക്കതൊരു ലാർജർ പൊളിറ്റിക്സിനെ പറ്റി മാത്രമേ എഴുത്തുകാരി എന്ന നിലയിൽ സംസാരിക്കാൻ താല്പര്യമുള്ളൂ. വേണ്ടതുണ്ടോ? അയ്യോ, അത്യാവശ്യമാണ്. കാരണം മെൻസ് കമ്മീഷൻ എന്തിനാണ് അത്യാവശ്യം എന്നുള്ളതാണ്. പുരുഷന്മാരെ പുതിയ കാലത്തിന് പാകപ്പെട്ട് ആ പുതിയ കാലത്തിനും പുതിയ കുടുംബ ജീവിതത്തിനും സന്തോഷം അനുഭവിച്ച് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ അവരെ പരുവപ്പെടുത്തി എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഒരു മെൻസ് കമ്മീഷൻ അത്യാവശ്യമാണ്. രാഹുൽ ഈശ്വർ പറയുന്ന മെൻ കമ്മീഷൻ വ്യക്തികളെ മാറ്റി നിർത്തും അല്ല, എന്നാലും പൊതുവെ മെൻ കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെടുന്നവരുടെ ഒരു റീസൺ പുരുഷന്മാരാണ് ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നതെന്നും അവർക്കൊരു ആശ്രയമാണ് ഈ സോക്കോൾഡ് മെൻസ് കമ്മീഷൻ എന്നുമാണ് അവർക്ക് പീഡനവും അവരനുഭവിച്ചിരുന്ന പ്രിവിലേജുകളുടെ നഷ്ടപ്പെടലും. പ്രിവിലേജ് നഷ്ടപ്പെടുന്നത് തന്നെ ഒരു പീഡനമായിട്ടാണ് തോന്നുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ളവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യല്ലാതെ എന്താ മാർഗം? കുഞ്ഞെ, ഇത് പീഡനമല്ല, ഇത് നീ ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന ചില പ്രിവിലേജുകളുണ്ട്. അത് നിന്നെപ്പോലെ തന്നെ അതേ അവകാശം ഉണ്ടായിരുന്ന നിൻ്റെ അത്ര തന്നെ ജനസംഖ്യയിൽ ശക്തിയുള്ള ഒരു വിഭാഗത്തെ അടിമപ്പെടുത്താനായി അതിനു മുമ്പ് ഉള്ള തലമുറയെ ചിട്ടപ്പെടുത്തി വെച്ചിരുന്ന ചില നിയമങ്ങളുടെ അനുഭവമാണ്. അത് നീ വിട്ടുകൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മളൊരു നല്ല സമൂഹമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ എന്നുള്ള പാഠമാണ് ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ അതിൽ ഞാൻ താങ്കളുടെ പെർസ്പെക്റ്റീവ് എന്നുള്ള മറുപടി അറിയാനായിട്ട് ചോദിക്കുക. ഇത് എൻ്റെ പെർസ്പെക്റ്റീവ് അല്ല ചോദിക്കുന്നത്. സോഷ്യൽ സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് വരാത്തിടത്തോളം ഇങ്ങനൊരു ശാഠ്യം പിടിക്കുന്നതിൽ അർത്ഥമുണ്ടോ? അതായത് ഞാൻ ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു തുല്യത വരാത്തിടത്തോളം, തുല്യത ഇല്ലാത്ത ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്നിടത്തോളം നമ്മൾ ഈ പെണ്ണെഴുത്തുകാർ എന്ന് പറയുന്നത് അതുപോലെ ആണെഴുത്തുകാരൻ വരണമെന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലോ നമ്മളൊരു വിമൻ റൈറ്റർ എന്ന് പറയരുത് എന്ന് ശാഠ്യം പിടിക്കുന്നത് കൊണ്ട് അർത്ഥമുണ്ടോ? കാരണം അതല്ലേ കൂടുതൽ കൺവേ ചെയ്യുക, കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതല്ലേ സ്റ്റിൽ എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ ആ സാമൂഹ്യ വ്യവസ്ഥിതിയല്ലേ മാറേണ്ടത്? അത് നിങ്ങളൊക്കെ ഇത്രയൊക്കെ എഴുതുന്നത് തന്നെ അത് മാറ്റിയെടുക്കാനല്ലേ? അതോ അത് പഴയതിലും മോശമായിട്ട് തിരിച്ചു കൊണ്ടുവരാനാണോ? അല്ല, ഞാനത് വെച്ചാൽ താങ്കളുടെ പെർസ്പെക്റ്റീവ് അംഗീകരിക്കേണ്ടത് അതാണ്. ഇപ്പൊ താങ്കൾ പറയുന്നത് സോഷ്യൽ സ്ട്രക്ചർ മാറാത്തത് കൊണ്ടാണ് തുല്യത ഇല്ലാത്തത്. അതുകൊണ്ട് തുല്യത ഇല്ലാത്തതിനെ ഒരു പ്രശ്നമായി കാണേണ്ടതില്ല എന്നാണോ? അല്ല, ആദ്യം പറഞ്ഞ ഭാഗം ശരിയാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ അത് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കുന്നത്, എത്രത്തോളം കൺവേ ചെയ്യും നമ്മളുടെ. എനിക്കിത് എൻ്റെ അനുഭവത്തിലും എൻ്റെ ബോധ്യത്തിലും അത് വളരെ നന്നായി കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ പെൺകുട്ടികൾ, പുതിയ തലമുറയിലെ ആൺകുട്ടികൾ അതിലെ തന്നെ ഒരു നീതിയില്ലായ്മ, തുല്യതയില്ലായ്മ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്, അവരതിനെ വിധിക്കുന്നുണ്ട്. പുരുഷന് പ്രേമിക്കാൻ അറിയില്ല എന്ന് റീസെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. പുരുഷനെ നന്നായിട്ട് പ്രേമിക്കാൻ അറിയുന്നവരല്ലേ? അത് കണ്ടിരുന്നോ? പുരുഷന് പ്രേമിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞോ? കണ്ടിട്ടുള്ള പുരുഷന്മാരില് അങ്ങനെ പറഞ്ഞോ?
അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അവതാരക എന്നോട് ചോദിക്കുന്നു, അതാണ് പുതിയ കാലത്തെ ജേർണലിസത്തിൻ്റെ ഒരു ഗുണം. അവതാരക എന്നോട് ചോദിക്കുന്നു, പല പ്രശ്നങ്ങൾക്കും ഇടയിൽ ഈ പല പുരുഷന്മാർക്കും പ്രേമിക്കാൻ അറിയില്ല, അവരെ പഠിപ്പിക്കാനുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? അപ്പം ഞാൻ പറയുന്നു, അതൊരു വളരെ എന്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. അപ്പം ഞാൻ പറയുന്നു, അതെ, അതിനുള്ള ശ്രമങ്ങളാണ് എൻ്റെ കഥകൾ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാണുന്നത് മുഴുവൻ പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ലെന്ന് KR മീര എൻ്റെ പലവിധ ബഹുവർണ്ണ പടങ്ങൾ വെച്ചിട്ട് പോസ്റ്ററുകൾ ഞാൻ വിചാരിച്ച് നടക്കട്ടെ. അതിനകത്ത് നമുക്ക് പുരുഷന്മാരെ കുറ്റം പറയാൻ പറ്റുമോ? അവർക്ക് പ്രണയിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെ? ഞാനും കണ്ടിട്ടുള്ള പലർക്കും അറിയില്ല. അവർക്ക് ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി എടുക്കാൻ പറ്റാത്ത, മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പുരുഷന്മാരെയാണ് ഞാനും കണ്ടിട്ടുള്ളത്. പ്രണയിക്കാൻ അറിയുന്ന കുറെ പുരുഷന്മാരെ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെയും ഇതേപോലെ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന നമ്മളുടെ തന്നെ അമ്മമാരൊക്കെ തന്നെ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതിന്റെ പ്രശ്നമാണ്. നമ്മുടെ അമ്മമാരെ ആരാ കണ്ടീഷൻ ചെയ്തത്? അവരുടെ പേരൻസ്, അവരുടെ അപ്പൂപ്പന്മാര്. മനസ്സിലായില്ലേ? ഈ ശീലാവതി പാട്ടും മറ്റു പാട്ടുകളും ഒക്കെ എഴുതിയത് എങ്ങനെയൊക്കെ സ്ത്രീ പെരുമാറണമെന്ന് എഴുതിയ മുഴുവൻ നിയമാവലികൾ എഴുതി ഉണ്ടാക്കിയത് പുരുഷന്മാരാണ്. പക്ഷെ എന്നാലും പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്. കാരണം അതുവരെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ശതമാനത്തിനെങ്കിലും അറിയാമെന്ന്. പക്ഷെ ലോകത്തെ ഏറ്റവും നല്ല പ്രണയകാവ്യങ്ങളൊക്കെ എഴുതിയത് പുരുഷന്മാരെന്നെ. അതൊന്നും അവർ ജീവിതത്തിൽ പാലിക്കാൻ വയ്യാത്തത്. അങ്ങനെ സിതാര വിചാരിക്കരുത്. ഇപ്പൊ ഞാൻ എഴുതുന്ന പ്രണയകാവ്യം കണ്ടിട്ട് ഞാൻ ജീവിതത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രണയിക്കുന്നത് കൊണ്ടാണ് ഇത് എഴുതുന്നത് വിചാരിക്കരുത്. ഞാൻ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് എഴുതുന്നതാണ്. എഴുത്തുകാരെപ്പോഴും എന്താണ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകളാണ്. ഇവർക്ക് എല്ലാ കാര്യങ്ങളെപ്പറ്റി എഴുതാൻ സാധിക്കുന്നത് അതിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടോ ഗവേഷണം നടത്തിയിട്ടോ ഡിഗ്രി എടുത്തിട്ടോ ഒന്നുമല്ല. ഈ റൈറ്റിംഗിലേക്ക് വന്നു കഴിയുമ്പം ഈ പുതുമ തേടി പോകുന്ന, അതായത് നോവലിൽ അല്ലെങ്കിൽ കഥകളിൽ സന്ദർഭം പോലും ഇത് വേറെ ഒരു കഥയിലും വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് അങ്ങനെ എങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും? കാരണം ഇത്രയോ കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആ തേടി പിടിച്ച് ആ ഒരു സന്ദർഭം പോലും അതെങ്ങനെ ഉറപ്പുവരുത്തുക? അങ്ങനെ അല്ല, സന്ദർഭം വരരുതെന്നൊന്നും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ വന്നു പോകും. പക്ഷേ ഒരു പ്രമേയം, ഒരു പർട്ടിക്കുലർ പ്രമേയം, അതിൻ്റെ എന്താണ്, അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, പിന്നെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ശില്പത്തിനുള്ളിൽ ഒരു ശില്പത്തെ ഒളിച്ചു വയ്ക്കുന്ന ഒരു ഗൂഢവിദ്യ ഉണ്ടല്ലോ, ആ വിദ്യ അതൊക്കെ നടപ്പാക്കുന്നതിലാണ് നമ്മളുടെ ഒരു കൃതി എഴുതി തീർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം. അപ്പോൾ അതുകൊണ്ട് വേറൊരാൾ ഒരു പ്രത്യേക കഥ നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളും ആവർത്തിച്ച് വരുന്നതാണ്. ആകെ 7 ഹ്യൂമൻ കണ്ടീഷൻസേ ഉള്ളൂ. അതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ആണ് ഇതെല്ലാം എന്നുള്ളത് കണക്കിലെടുക്കുക. എല്ലാം ആവർത്തിച്ച് വന്നെന്നിരിക്കും, പക്ഷെ അത് പുതിയ രീതിയിൽ ഇത് കേട്ടിട്ടില്ലാത്ത രീതിയിൽ അത് ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശ്രമം. അപ്പോൾ പുരുഷന് പ്രേമിക്കാൻ അറിയാവുന്ന ഒരു പുരുഷനെ നമ്മൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു വലിയൊരു ഉത്തരവാദിത്തമാണ്. അതാണോ എല്ലാ കൃതികളിലും ശ്രമിക്കുന്നത്? അതാണോ എൻ്റെ പ്രശ്നം ഇതാണ്. ഈ പുരുഷൻ്റെ പ്രണയമായും പ്രണയകാവ്യങ്ങളിലെല്ലാം ആഘോഷിക്കപ്പെടുന്നത് എപ്പോഴും പുരുഷന് ഉപയോഗമുള്ള ഒരു സ്ത്രീയെ പ്രണയിക്കുന്നത്. ഉപയോഗമില്ലാത്ത ഒരു സ്ത്രീയും ഒരു പുരുഷനും പ്രണയിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ഉപയോഗം അവരെ കൊണ്ട് വേണം. അത് തിരിച്ചു അങ്ങനെയല്ലേ? ഞാൻ ആ ചോദ്യത്തിലേക്ക് വരികയായിരുന്നു. അതെങ്ങനെയാണ്? പ്രത്യേകിച്ചും ഞാൻ ഈ ചോദ്യം കുറെ വർഷങ്ങളായിട്ട് മനസ്സിൽ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മൾ ഇതിൽ ആരാച്ചാരിൽ പറയുന്ന ഒരു സെന്റൻസ് ആണ്, തന്നെ ആഹ്ലാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീയെ മാത്രമേ പുരുഷനെ പ്രണയിക്കാൻ കഴിയുള്ളൂ എന്നും, സ്ത്രീക്ക് എന്നാൽ തന്നെ വേദനിപ്പിക്കുന്ന പുരുഷനെയും പ്രണയിക്കാൻ പിന്നെ ഞാനല്ല പറഞ്ഞത്, അതൊരു കഥാപാത്രം പറഞ്ഞതാണ്. ആ കഥാപാത്രം 100 വയസ്സുള്ള ഒരു മുത്തശ്ശിയാണ്. ആ 100 വയസ്സുള്ള സ്ത്രീ അവരുടെ ജീവിതത്തിൽ അവർ പഠിച്ച, അവരെ സമൂഹം പഠിപ്പിച്ച, അവരെ കുടുംബം പഠിപ്പിച്ച ഒരു പാഠം പകർന്നു കൊടുക്കുകയാണ് കൊച്ചുമകൾക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ പ്രിവിലേജ് ഉള്ള ഒരാൾക്ക്, അധികാരമുള്ള ഒരാൾക്ക്, ഈ ശ്രേണിയുടെ മുകൾ തട്ടിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് തന്നെ അനുസരിക്കാതിരിക്കുകയും ചോദ്യം ചെയ്യുകയും തന്നെ പരിഹസിക്കുകയും ഇടിച്ചു താഴ്ത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളിനെ സ്നേഹിക്കാൻ പറ്റുന്നത്? നമ്മുടെ മേലുദ്യോഗസ്ഥർക്ക് പറ്റുമോ? ആരാ? സിതാരയുടെ ബോസ് ആരാ? ആ ബോസിനെ വിളിച്ച് 2 ദിവസം പോയിട്ട് നിങ്ങൾ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം എന്തെങ്കിലും ഒരു മെമ്മോ കിട്ടായിരിക്കുമോ?
അതാണ് എൻ്റെ പ്രശ്നം. ഇത് ഈ പവർ ഇക്വേഷൻസ് ഭയങ്കര പ്രയാസം. ഒരു പാര വെച്ചിട്ട് ഒരു കഥയെക്കുറിച്ച് കൂടെ ചോദിക്കാം. മോഹമഞ്ഞ, അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥയാണ്. അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ഒരു കൗതുകം എന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലുള്ള ഒരു സ്നേഹമോ എന്തോ ഉണ്ട് ഈ മോഹമഞ്ഞയുടെ ഒരു അല്ലെങ്കിലും ഈ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ലാത്ത പ്രണയം പുരുഷന്മാർക്ക് വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മലയാളി പുരുഷന്മാർക്ക്. മലയാളി പുരുഷനായി പോയി എന്ത് ചെയ്യാനായിട്ട്? സമ്മതിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ സ്ത്രീകളും ആ ഒരു നിലവാരത്തിലേക്ക് എത്തുന്നില്ല. അത് ഉയർച്ചയിലാണെങ്കിലും താഴ്ചയിലാണെങ്കിലും. ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ അനിൽ പറഞ്ഞ ചോദ്യത്തിന് ഇപ്പൊ നമ്മുടെ സിനിമയുടെ പേര് പറഞ്ഞു, സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്ന ഒരു നായികയുണ്ട്. അങ്ങനെ അതിന് മായാനദി അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാലമാണിന്ന്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് എന്താ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന അലിഗേഷൻസും വരുന്നത്. ഇത് രണ്ടും ഭയങ്കര എക്സ്ട്രീം കോൺട്രഡിക്ഷൻസ് ആണ്. ഇതിന്റെ ഇടയിലാണ് കേരളത്തിലെ സ്ത്രീകൾ. രണ്ടും എക്സ്ട്രീം കോൺട്രഡിക്ഷൻസ് അല്ല. കാരണം ആ സ്ത്രീകൾ രണ്ടും രണ്ടാണ്. മനസ്സിലായില്ലേ? ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഒരു സ്ത്രീ അങ്ങനൊരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മറ്റെല്ലാ സ്ത്രീകൾക്കും സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയാൻ നമ്മളാളല്ല. മനസ്സിലായില്ലേ? വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നതും ഈ മാനിപ്പുലേറ്റഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത് സംബന്ധിച്ച വളരെ കൃത്യമായ നിയമ രേഖകൾ ഇവിടെ ഉണ്ടായിരിക്കെ നമ്മളിതിനെ സമീകരിക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞത് ഈ രണ്ട് എക്സ്ട്രീമിറ്റീസിന്റെ ഇടയിലാണ് മലയാളി സ്ത്രീകളുടെ ഒരു ജീവിതം ഇന്ന്. ആ ഒരു കോൺട്രഡിക്ഷനെ കുറിച്ചാണ് ഞാൻ. സിനിമയിലല്ലേ ഉള്ളൂ, പൊതുവെ ഒരു ട്രെൻഡാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഞാനത് സംബന്ധിച്ച് ഒരു സർവേയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സെക്സ് ഈസ് നോട്ട് എ പ്രോമിസ് എന്ന് നമ്മൾ അല്ലാതെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഒരു സിനിമയിലെ ഒരു കഥാപാത്രം പറഞ്ഞു എന്ന് വിചാരിച്ച് എങ്ങനെ നമുക്ക് എല്ലാ സ്ത്രീകൾക്കും അതാണ് അഭിപ്രായം എന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മളൊരു പർട്ടിക്കുലർ ഡാറ്റ വെക്കാതെ നമ്മൾ ആ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എത്ര എന്ന് വരുന്നിടത്തോളം, അതെത്ര എന്ന് കണ്ടെത്താത്തിടത്തോളം നമുക്കത് സംബന്ധിച്ച് ഒരു പ്രത്യേകമായൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ചില സ്ത്രീകളുണ്ടാവും, പല സ്ത്രീകളും ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് മറ്റൊരു സ്ത്രീയും അങ്ങനെ തന്നെ വേണമെന്ന് നമുക്ക് ചടിക്കാൻ പറ്റില്ല. പലപ്പോഴും ഈ കോൺസെൻട്രൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോലും പിന്നെ അത് ഒരു ആരോപണം വരികയും ഇതിനെ ഒരുപാട് ലൈറ്റൻ ചെയ്യും അല്ലെങ്കിൽ ഇതിനെ ട്രിവിയലൈസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അത് നമ്മൾ ജേർണലിസ്റ്റുകൾ എന്ന നിലയ്ക്ക് കാണുന്നതുമാണ്. അങ്ങനെ ഒരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? അതിൻ്റെ ഒരു ഇതും പറഞ്ഞാൽ ഒരുപക്ഷെ മീറ്റു മൂവ്മെന്റ് തുടക്കത്തിൽ നന്നായി വരുന്നു എന്ന മൂവ്മെന്റ് പിന്നെ അതിങ്ങനെ ഒരുപാട് ഫിസിൽ ഔട്ട് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാവാം. പക്ഷെ അത് സംബന്ധിച്ചും ഡാറ്റ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടില്ല. ഇത് സംബന്ധിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടില്ല. നമ്മളൊരു സർവേ നടത്തിയിട്ടില്ല. 1-2 കേസ് വെച്ചിട്ട് ഇതാണ് അതിൻ്റെ പൊതു ന്യായം എന്ന് പറയുന്നതിലൊരു കാര്യമില്ല. അതിപ്പോൾ എൻ്റെ പുരുഷന്മാർ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പുരുഷന്മാർക്കും പ്രണയിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആ പുരുഷന്മാരുടെ പ്രതികരണം നോക്കിയാൽ നമ്മളറിയാം. പുരുഷ ഈഗോ ഹേർട്ടായ ഒഫൻഡഡ് ആയിപ്പോയി. ബാക്കി എന്ത് അവർ സഹിച്ചേനെ, അവർക്ക് ജനാധിപത്യം അറിയില്ലെന്ന് പറഞ്ഞാൽ സഹിച്ചേനെ, വോട്ട് ചെയ്യാനുള്ള ഇത് അവകാശമില്ലെന്ന് പറഞ്ഞാൽ സഹിച്ചു. പക്ഷെ പ്രണയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞത് ആർക്കും സഹിക്കാൻ പറ്റിയില്ല. ഭയങ്കര ചതിയായിപ്പോയി. ആ ചതിലാണ് ഇത് മൊത്തം നിലനിന്നിരുന്നതെന്നും ആ ചതി അങ്ങനെ വെളിപ്പെടരുതെന്നും മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പാലിക്കണം. എത്ര പുരുഷന്മാർ എത്ര സ്ത്രീകളെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയണം. പുരുഷന്മാർക്ക് ഇത്ര ശതമാനം പുരുഷന്മാർക്ക് പ്രണയിക്കാൻ അറിയാം എന്ന് പറയുന്നത് പോലെ ഇത്ര ശതമാനം സ്ത്രീകളാണ് അതിൽ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും പറയാം. എൻ്റെ ഒരു സംഗതി, ആ ബന്ധത്തിലെ എവിടെയോ ഒരു ചതി ഉണ്ടായിട്ടായിരിക്കണമല്ലോ, അല്ലെങ്കിൽ എവിടെയോ രണ്ടിലൊരാൾ ചതിക്കപ്പെടുമ്പോഴായിരിക്കണമല്ലോ ശരിക്കും ഈ ബന്ധം അതിൻ്റെ പൂർണ്ണമായ പക്വതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തപ്പോഴായിരിക്കണമല്ലോ അവർ പിരിയുന്നത്. ഇല്ല, ആകണമെന്നില്ല. പക്ഷെ പുരുഷൻ വിചാരിച്ചാൽ ആ സ്ത്രീയെ സന്തോഷത്തോടെ യാത്ര അയക്കാൻ ഒരു പക്ഷേ
സാധിക്കുമായിരുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ക്ലോഷറാണോ ഉദ്ദേശിക്കുന്നത്? ക്ലോഷറാണോ? ക്ലോഷർ എന്ന് ക്ലോഷർ ക്ലോഷർ ഒരു ബന്ധം തുടങ്ങുമ്പോഴെന്നതുപോലെ അത് കൊണ്ടു നടക്കുമ്പോഴും പാലിക്കേണ്ട ചില പരസ്പര ബഹുമാനത്തിൻ്റെതായ പരസ്പര പ്രതിബദ്ധതയുടേതായ ചില നിയമങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അത് പിരിയുമ്പോഴും സാധ്യമല്ലേ? യങ്ങർ ജനറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി പ്രോഗ്രസീവ് ആണ്, ലിബറേറ്റഡ് ആണെന്ന് തോന്നുന്നു. ഒക്കെ നമ്മളെ കണ്ടിട്ട് പഠിച്ചത് അവര്, നമ്മളെ പോലെ ആവരുത് എന്ന് വിചാരിച്ചിട്ട്. ഒരു സൈബർ ബുള്ളി എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇത് താങ്കളെ അഫക്ട് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് ഇല്ല, എന്നെ അത് അഫക്റ്റ് ചെയ്യാറില്ല. ആദ്യം മുതലേ അങ്ങനെ തന്നെ. അത് ആദ്യം എനിക്ക് വന്നത് ആദ്യ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയിപ്പോയി. സർപ്രൈസ് അല്ല, ഒരു സർപ്രൈസ് എന്നല്ലല്ലോ എൻ്റെ വാക്ക്. ഐ വാസ് ജസ്റ്റ് ഫ്ലാബഗാസ്റ്റഡ് എന്നോ എന്താ എൻ്റെ വാക്ക് എനിക്കറിയില്ല. കാരണം ഇത് സംഭവിക്കുന്നത് എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന ദിവസമാണ്. അത് ഏറ്റുവാങ്ങാനായിട്ട് ഞാൻ പോകുന്നു. അപ്പോൾ ഒരു പ്രധാന പത്രത്തിൻ്റെ ചാനൽ പെൺകുട്ടിയായ ഒരു മാധ്യമപ്രവർത്തക വന്നിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് പറയുന്നു. അപ്പം നമ്മളവിടെ ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്ന് പറയുന്ന ഒരു വളരെ സെറമോണീസ് ആയിട്ടുള്ളൊരു സംഘം, നമ്മളെല്ലാവരും അവിടെ ചെന്നിരിക്കണം അങ്ങനത്തെ കുറേ. അപ്പോൾ അവിടെ നേരം വൈകുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മാധ്യമപ്രവർത്തകന്മാരെ കാണുമ്പോൾ വല്ലാത്തൊരു വാത്സല്യമാണ്. കാരണം ഞാൻ അവരിലെല്ലാം കാണുന്നത് എൻ്റെ ചെറുപ്പത്തെയാണ്. ആൺകുട്ടികളെ കാണുന്നതിനേക്കാൾ എനിക്ക് സന്തോഷമാണ് ഇവരെ കാണുന്നത്. പിന്നെ എൻ്റെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, എന്നെപ്പോലെ തന്നെ ഇവരെല്ലാം ഭയങ്കര പാഷനേറ്റായിട്ട് ഈ പ്രൊഫഷൻ വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന ആളുകളാണ്. എൻ്റെ ഒരു പ്രിജുഡിസ്. അപ്പം ഞാൻ ഈ കുട്ടി ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് ചോദിച്ചല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തിരിഞ്ഞു നിന്നു. അപ്പോഴേക്കും എന്നെ അവിടെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്താണ് സംസാരിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്നത് എന്താണ്, മലയാളത്തിൽ നിന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി, ആരാച്ചാർ എന്ന നോവൽ കിട്ടി, അതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവാർഡൊക്കെ വാങ്ങിയിട്ട് എല്ലാവരുടെ അഭിനന്ദനങ്ങളും സ്നേഹമൊക്കെ ഏറ്റുവാങ്ങി നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടിയും ക്യാമറാമാനും അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എന്ത് കമ്മിറ്റഡായ കുട്ടി, അത് ഇത്രയും നേരം എനിക്ക് വേണ്ടിയിട്ട് കാത്തു നിന്നല്ല. ഞാൻ ഓടി അതിൻ്റെ അടുത്ത് വന്ന് അപ്പോൾ ചോദിച്ചതെന്ന് വെച്ചാൽ, ആ സമയത്താണ് JNUവിലെ മറ്റേ പ്രക്ഷോഭം നടക്കുന്നതും ഈ കനയ്യകുമാറും അവരുടെയൊക്കെ അറസ്റ്റും, അത് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന ഇത് വരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു ക്യാമ്പസിൽ, അതിനെ അനുകൂലിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, സുപ്രീം കോടതി വിധി അനുസരിച്ച് മുദ്രാവാക്യം വിളിക്കുന്നത് ദേശദ്രോഹ പ്രവൃത്തിയായിട്ട് കണ്ടിട്ടില്ല. അന്നത്തെ സുപ്രീം കോടതി വിധിയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം, റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊരിക്കലും അതിർത്തികൾക്കുള്ളിലുള്ള ദേശീയതയിൽ വിശ്വസിക്കുന്നവരല്ല. നമുക്കതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം മനുഷ്യവംശം ഒന്നാകെ, ഇപ്പം എൻ്റെ പുസ്തകം ഈ രാഷ്ട്രത്തിലെ പൗരന്മാർ മാത്രമേ വായിക്കാവൂ എന്നും മറ്റൊരു രാഷ്ട്രത്തിലെ പൗരൻ്റെ പുസ്തകം ഞാൻ വായിക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റൂ? ജ്ഞാനത്തിന്, ഭാഷയ്ക്ക്, സാഹിത്യത്തിന്, കലയ്ക്ക് അങ്ങനെ എന്തെങ്കിലും അതിർവരമ്പുകളുണ്ടോ? മുഴുവൻ സ്പീഷീസിൻ്റേതുമാണ്. മാനവ സംസ്കാരം എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരുടേതുമാണ്. അതിൽ അതിർത്തി രേഖകൾ വരയ്ക്കുന്നത് കേവലം ഭരണത്തിൻ്റെ ആവശ്യകതയ്ക്കായിട്ട് മാത്രമാണ്. പക്ഷേ പിറ്റേന്ന് സ്ക്രോൾ വന്ന് പാകിസ്ഥാനെ അനുകൂലിക്കുന്നത് ദേശദ്രോഹമല്ല KRP. ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ട് എൻ്റെ ഇതിൽ ഭയങ്കരമായിട്ട് അസഭ്യ വർഷങ്ങൾ, ഞാൻ നീ പാകിസ്ഥാനിലേക്ക് പോകുന്നൊക്കെ. ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയല്ല, ഉദ്ദേശിച്ചത് ഇങ്ങനെയല്ല, റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ഇഷ്ടംപോലെ തെറിവിളി കേട്ടു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. തിരിച്ചു പറയുന്നതിൽ താങ്കൾക്ക് നല്ല എനർജി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഓരോന്നിനും അത് വീണ്ടും അയാളുമായിട്ടുള്ള യുദ്ധം എന്നല്ലേ പറയുന്നത്? അതില്ലേ, ഒരു പ്രത്യേക മനുഷ്യനുമായിട്ടുള്ള യുദ്ധമല്ലല്ലോ. ഒരാൾ എന്നെ ആക്രമിക്കുന്നു. അത് ഈ ജേർണലിസ്റ്റുകളുടെ ഫാക്ച്വൽ ക്രോണോളജിയോടൊക്കെയുള്ള ഒരു അതിൻ്റെ റിസർച്ചില്ലായ്മയാണ് ഇതിനെ കാണിക്കുന്നത്. കോൺഗ്രസ് എന്നല്ല, ഒരു ചെറുപ്പക്കാരനായ ജനപ്രതിനിധിയുമായിട്ടുള്ള
ആ ജനപ്രതിനിധിയായിട്ട് അങ്ങോട്ടല്ല, അദ്ദേഹം ഇങ്ങോട്ടാണ് ആക്രമിച്ചത്. ആരും അദ്ദേഹത്തോട് ചോദിച്ചില്ല ഭാഷയിലെ ഒരു പ്രധാനപ്പെട്ട എഴുതുന്ന ഒരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിച്ചത് ശരിയായോ എന്ന ചോദ്യം ആരും ചോദിച്ചില്ല. അത് തിരുത്താൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെ നേതാക്കളെ, അദ്ദേഹത്തിൻ്റെ അന്നത്തെ KPCC പ്രസിഡൻറ്റിനെ വരെ ഇന്നത്തെ KPCC പ്രസിഡൻറ്റിനെ പോലെ തന്നെ സൈബർ ബുള്ളിങ് നടത്തി നിലം പരിശാക്കുകയാണ് ചെയ്തത്. അന്നും ആരും ചോദിച്ചില്ല. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള ജേർണലിസ്റ്റുകൾക്കെല്ലാം ഈ ദേവാസുരം മോഡൽ വെട്ടും കൊലയൊക്കെ ഇഷ്ടമാണെന്നാണ്. പരസ്പരം പോര് വിളിക്കുന്നതും പരസ്പരം അധിക്ഷേപിക്കുന്നതും അതാണിത് സെല്ലിങ് സംഗതി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, തോന്നിയിട്ടില്ലേ അനിൽ? അല്ലാതൊരു വാർത്തയിലെ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതിൽ, അത് വായിക്കുന്നതിൽ ആർക്കും താല്പര്യമില്ല. ഞാൻ എല്ലാ പത്രങ്ങളും ചാനലുകളും നോക്കി. ആരെങ്കിലും ഒരാളെങ്കിലും കൃത്യമായിട്ട് ഒരു ജനാധിപത്യ ബോധത്തോടെ ഒരു സ്ത്രീയോടുള്ള ഒരു ഇടപെടുന്നത് ഇങ്ങനെയാകണമോ എന്ന് ഒരു ജനപ്രതിനിധിയോട് ചോദിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് പിന്നെ ഓരോന്നായിട്ട് കൂടി വരും. ഇതൊക്കെ ഓരോ ആളിനും ബാധകമാകുമ്പോഴാണ് നമ്മൾ ഇത്രയും നാൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാവുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്നതിനോടൊക്കെ എന്ത് തരം റെസ്പോൺസ് ആണ് ഐഡിയൽ? അതങ്ങനെ എനിക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ അതിപ്പോൾ ഓരോ ആളിൻ്റെയും തീരുമാനമല്ലേ. എനിക്ക് ചിലപ്പോഴൊക്കെ എനിക്ക് വലിയ സ്നേഹം തോന്നും അവരോട്. ചിലപ്പോഴൊക്കെ ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇത് വളരെ ഫേക്ക് ഐഡികളിൽ നിന്നുള്ള ടൂൾ കിറ്റ് ആക്രമണമൊക്കെയാണ്. അത് ഈ നമ്മൾ യുവ തുർക്കികളെന്നൊക്കെ കോൺഗ്രസ്സിലെ പറയുന്ന മുഴുവൻ യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, പിന്നെ യുവമോർച്ച, ഇവർ 3 പേരും ഒറ്റക്കെട്ടായിട്ട് ഒന്നാണ് എന്നെ ആക്രമിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് ഇപ്പോൾ പലരും മാറി. എനിക്ക് തോന്നുന്നത് സ്ത്രീകളുടെ ഒരു കോൺഫിഡൻസ് അവർക്ക് കാണാൻ താല്പര്യമില്ല. സ്ത്രീകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഇഷ്ടമല്ല, സ്ത്രീകൾ ആഹ്ലാദിക്കുന്നത് ഇഷ്ടമല്ല, സ്ത്രീകൾ ആത്മവിശ്വാസം പുലർത്തുന്നത് ഇഷ്ടമല്ല. ആ ഇഷ്ടമില്ലായ്മയുടെ ഒരു മാനസികാവസ്ഥയാണ് നമ്മൾ സ്ത്രീവിരുദ്ധത എന്ന് വിളിക്കുന്നത്. അല്ലാതെ എൻ്റെ വീട്ടിലും ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് മോളുണ്ട് എന്ന് പറയുന്നതല്ല സ്ത്രീവിരുദ്ധതയില്ലായ്മ. എന്തോ പൊതുവെ കരുത്തുള്ള സ്ത്രീകളെ പുരുഷന്മാർക്ക് കരുത്ത് എന്നുള്ളത് മാത്രമല്ല, അവരെ ഭയപ്പെടാത്തവരും അവരെ അനുസരിക്കാത്തവരും അവരെ പ്രധാനമായിട്ട് കരുതാത്തവരും ആയിട്ടുള്ള സ്ത്രീകളെ താല്പര്യമില്ല. നമ്മൾ സാഹിത്യത്തിലേക്ക് തിരിച്ചു വന്നാൽ ഈ പൊതുവെ 90s ശേഷമൊക്കെ എഴുതുന്ന സ്ത്രീ എഴുത്തുകാരെ പറ്റി പൊതുവെ പറയാറ് ഒരു മാധവിക്കുട്ടി ഹാങ് ഓവർ പലർക്കും ഉണ്ട് എന്ന് പറയാറുണ്ട്. അത് പറയാൻ കാരണം ബേസിക്കലി അവർ എഴുതുന്നത് പ്രണയത്തെക്കുറിച്ചോ പ്രണയഭംഗത്തെക്കുറിച്ചോ കുടുംബത്തിലുണ്ടാവുന്ന ഇഷ്യൂസിനെ കുറിച്ചോ മാത്രമാണ് സ്ത്രീകൾ എഴുതാറ്. അങ്ങനെ ഒരു ടേക്ക് ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മാറി നടന്നിട്ടുള്ള ഒരാളാണ് KR മീര എന്നുള്ളൊരു എഴുത്തുകാരി. അപ്പം അങ്ങനെ ഒരു കോൺഷ്യസ് തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു അത്. മറ്റൊരാൾ എഴുതാത്ത, എനിക്ക് മാത്രമായിട്ടൊരു കഥ പറയാനുണ്ടെന്ന് തോന്നുമ്പോഴാണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. അത് മറ്റൊരാൾ എഴുതുന്ന അതല്ലാത്തൊരു കഥയാവണം എന്നുള്ള നിർബന്ധം എപ്പോഴും ഉണ്ടായിരുന്നു. വേറൊരാൾ എഴുതിയിട്ടുള്ള ഒരു പ്രമേയമോ ഒരു കഥയോ എനിക്ക് എഴുതാൻ ഒരു താല്പര്യമില്ല. നമ്മൾ ഇതുവരെ ഇപ്പോൾ ചർച്ച ചെയ്ത പല പോയിന്റ്സ് കൂട്ടി വെച്ചിട്ട് ചോദിക്കുകയാണ്. നമ്മൾ ഈ സ്ത്രീയെയും പുരുഷനെയും പലപ്പോഴും ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്ന പോലെ ഒരു തോന്നലുണ്ട്. പുരുഷൻ എപ്പോഴും പീഡകനും സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നവളുമാണോ? അങ്ങനെയല്ല. ഞാൻ അത് കൃത്യമായി ഘാതകൻ വായിച്ചെങ്കിൽ അറിയാം. നമ്മൾ ഈ ആണത്തം എന്ന് പറയുന്നത് ശരിക്കും ആണുങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് അധികാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതൊരു മനോനിലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് അതിനെ അധികാരത്വം എന്നാണ് വിളിക്കേണ്ടത്. ഓക്കെ, അധികാരം പങ്കിടാനുള്ള വിഷമമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന ഭീതിയോ അല്ലെങ്കിൽ അത് വേണമെന്ന ആഗ്രഹമോ ഒക്കെയാണ് ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ വ്യക്തിയായാലും നമ്മൾ ഈ പറയുന്ന ഒരു ആരോഗ്യകരമായൊരു സമൂഹത്തിന് വിഘാതമാകുന്ന തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് നയിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ ജെൻഡർ സ്പെസിഫിക് അല്ല. അത് പവർ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതനുസരിച്ചിട്ട് പവർ
ക്രേസി അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഒക്കെ ആ ട്രേറ്റ്സ് ഉണ്ടാവാമല്ലോ. ഉണ്ടാവാം. ജെൻഡർ അല്ല, അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാട്രിയാർക്കിയുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഇതാണല്ലോ. ആണിനെയും പെണ്ണിനെയും ട്രാൻസ്ജെൻഡർ വ്യക്തിയെയും ഒക്കെ ഒരു പെണ്ണുങ്ങളിൽ കൂടിയ പെണ്ണുങ്ങളെയും കുറഞ്ഞ പെണ്ണുങ്ങളെയും സൃഷ്ടിക്കുന്നു, ആണുങ്ങളിൽ കൂടിയ പുരുഷനെയും കുറഞ്ഞ പുരുഷനെയും സൃഷ്ടിക്കുന്നു, കുറഞ്ഞ പുരുഷനെയും കുറഞ്ഞ പെണ്ണിനെയും കുറഞ്ഞ ട്രാൻസ്ജെൻഡർ വ്യക്തികളെയും ഒക്കെ അടിത്തട്ടിലേക്ക് തള്ളി നീക്കുന്നു, അരികിലേക്ക് തള്ളി നീക്കുന്നു. അതിൽ പിന്നെ ജാതി വരും, മതം വരും. അതൊരു വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പിന്നെ എന്താണ് അറേഞ്ച്മെൻ്റാണ്, വിന്യാസമാണ്. പുരുഷന്മാരും പേട്രിയാർക്കിയുടെ വിക്ടിംസ് ആണെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും അവരാണ് ഏറ്റവും വലിയ വിക്ടിംസ്. ഇത് 60കളിൽ ബെറ്റി ഫ്രീഡൻ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അതായത് ഈ വ്യവസ്ഥയുടെ, നിലവിലുള്ള കുടുംബ വ്യവസ്ഥയുടെ സ്ത്രീയുടെ മേൽ മാനസികവും ശാരീരികവും ഫിസിക്കൽ ഇതിൻ്റെ എല്ലാ ലേബറും അടിച്ചേൽപ്പിക്കുന്ന ഈ വ്യവസ്ഥയുടെ ഒരേ തര ഇരകളാണ്, ഒരേ നുഖത്തിൽ കിട്ടിയ മൃഗങ്ങളാണ് സ്ത്രീയും പുരുഷനും. അതിൽ ഈ ഒരു മൃഗത്തിന് കുറച്ചുകൂടെ ഒരു തൊപ്പിയും കൂടെ വെച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പുരുഷന്മാർ തന്നെ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. അത് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് അവർക്ക് കഷ്ടം. എനിക്കറിയാം, അത് പാവങ്ങളാണ്, വെറും പാവങ്ങളാണ്. ഈ എവല്യൂഷൻ്റെ ഇതിൽ നമുക്ക് മുമ്പ് സ്ത്രീകൾക്ക് മുമ്പുണ്ടായവരാണല്ലോ, ഒരു സ്റ്റെപ്പ് പുറകിലാണല്ലോ. അതിൻ്റേതായുള്ള കുഴപ്പങ്ങളുണ്ട്. എന്ത് ചെയ്യാനൊക്കെ തിരുത്താൻ പറ്റുന്നില്ല. കാരണം ഇവരുടെ ഈ സംഘടനാ ശേഷിയാണ് എൻ്റെ കാരണം. ഇവരുടെ സമൂഹം സ്ത്രീ സമൂഹമല്ല. ഈ സ്ത്രീ സമൂഹം എന്ന് പറയുമ്പോൾ സങ്കടം വരും. നമുക്ക് എഴുത്തിലേക്ക് തിരിച്ചു വന്നിരുന്നൊരു കാര്യം, നമ്മളിവിടെ പോയിട്ടില്ലല്ലോ, ഇതെല്ലാം എഴുത്ത് തന്നെയാണല്ലോ. എഴുത്താണ്. ലിറ്റററി എഡിറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ്, ഞാൻ താങ്കളുടെ എഴുത്തിനെ കുറിച്ചല്ല ജനറലി ചോദിക്കുന്നത്. ലിറ്റററി എഡിറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് മലയാളത്തിൽ അങ്ങനെ കാര്യമായിട്ടില്ല. മലയാളത്തിലെ എഴുത്തുകാർ അവനവന്റെ എഴുത്തിനെ തിരുത്തുന്നതിൽ വലിയ ക്ഷുഭിതരാകുന്നവരാണ്. എന്ത് തരം തിരുത്തലാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതിനെ ക്രിയേറ്റീവായിട്ട് കറക്റ്റ് ചെയ്യലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മള് ബാലവന്തിയിലേക്കൊരു കവിത അയച്ചു കൊടുത്താൽ കുട്ടിയേട്ടൻ നോക്കും, അല്ലെങ്കിൽ ആരാണെങ്കിലും കുഞ്ഞുണ്ണി മാഷാണെങ്കിലും MT ആണെങ്കിലും ഒരാൾ കറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ കറക്ഷൻ പ്രോസസ്സ്, ഞാൻ കറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് എഡിറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. പ്രോസസ്സ് മുതിർന്ന എഴുത്തുകാർക്ക് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് റൈറ്റേഴ്സിന് ആവശ്യമുണ്ടോ? അങ്ങനെ ആവശ്യമുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷെ അത് മലയാളത്തിലെ എഴുത്തിൽ എങ്ങനെ സംഭവിക്കുന്നുണ്ട്? ഇല്ലില്ല, മലയാളത്തിൽ അങ്ങനെ ഒരു സംഗതി സംഭവിക്കുന്നില്ല. ഞാൻ സാധാരണ എനിക്ക് വളരെ വിശ്വസ്തരായ കുറച്ച് വായനക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ആദ്യ ഡ്രാഫ്റ്റുകൾ ഞാൻ അവരെ കാണിക്കും. അതിൻ്റെ വായനയുടെ പ്രമേയത്തിൻ്റെ സംഗതി, എന്തെങ്കിലും ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടോ, അതൊക്കെ അവരെനിക്ക് പറഞ്ഞു തരാറുണ്ട്. ഞാൻ തീർച്ചയായിട്ടും മാറ്റം വരുത്തും. എന്താണ് എഡിറ്റിംഗിൽ നോക്കുന്ന ഭാഷയാണോ അതോ ഈ മൊത്തത്തിൽ ഒരു ബുക്ക് എന്ന നിലയിൽ നിങ്ങൾ ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ എങ്ങനെയാണോ വായിക്കുന്നത് അതിൻ്റെ ആദ്യ പ്രതികരണം എനിക്ക് കിട്ടുന്നത് അവരുടെ അടുത്തു നിന്നാണ്. അത് താങ്കൾക്ക് കോൺഫിഡൻസ് ഉള്ള കുറച്ച് വായനക്കാരുണ്ട് അല്ലേ? ദെൻ ഒരു കവിത, ഒരു കഥ അല്ലെങ്കിൽ ഒരു നോവൽ എഴുതി കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി എന്താണ് യു ആർ റിലീവ്ഡ് ഓർ യു ആർ കൺസേൺഡ്? എന്താണ് സംഭവിക്കുന്നത്? ഐ ബിക്കം എജിറ്റേറ്റഡ്. എഴുതി കഴിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷോഭിക്കും. കാരണം എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇത് ഞാൻ എഴുതേണ്ടിയിരുന്നില്ല, ഇത് ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത്, നന്നായോ ശരിയായോ, ഇത് നന്നായി ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊക്കെ വന്നോ, എനിക്കതൊന്നും വിലയിരുത്താനുള്ള ഒരു കഴിവും ആ സമയത്തില്ല. ടോട്ടലി ഞാൻ ബ്ലാങ്ക് ആയിരിക്കും. പക്ഷെ വൺസ് അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ റിലാക്സ്ഡാണ്. പിന്നെ എനിക്കൊന്നും ഒരു പ്രശ്നമല്ല. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മോഡ് ഓഫ് സെൽഫ് എക്സ്പ്രഷൻ ആണോ, ഒരു ആക്ട് ഓഫ് റെബല്യൻ ആണോ, ഏതാണ് ഫോർ യു ആസ് എ റൈറ്റർ? അത് ഒരു പ്രവൃത്തി മാത്രമല്ല. നമ്മളിങ്ങനെ അങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറയാം എനിക്ക് ആക്ടിങ് റെബൽ. ഞാൻ എൻ്റെ ജീവിതത്തെ തിരുത്തി എഴുതാനാണ് ശ്രമിച്ചിട്ടുള്ളത് തുടക്കം മുതൽ. ഇതിനകത്ത് റെബല്യൻ ഉണ്ട്, റിവൾഷൻ ഉണ്ട്, എന്തൊക്കെ ആകാമോ അതൊക്കെ ഉണ്ട്. നിലവിലുള്ള ജീവിതത്തെ ഇങ്ങനെ പുതുക്കി പണിഞ്ഞ് മറ്റൊന്നാക്കി നമ്മൾ ഇമാജിൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ.
ഈ യഥാർത്ഥ ലോകത്തിലോ അതൊന്നുമില്ല. അതുകൊണ്ട് ഭാവനയിലെങ്കിലും. ഇപ്പോൾ നമ്മളിപ്പോൾ ചുറ്റിനും നോക്കി 10 പേരെ കണ്ടാൽ അതിൽ 5 പേരും എഴുത്തുകാരായിരിക്കും, നല്ലതല്ലേ? സെൽഫ് പബ്ലിഷിംഗ് ചെയ്യുന്നവരായിരിക്കും. തെറപ്പിസ്റ്റുകൾക്ക് ജോലി കുറയല്ലേ? പക്ഷെ അത്രയും ക്വാളിറ്റിയും കുറയില്ലേ ഇത്? ക്വാളിറ്റി ആരാ തീരുമാനിക്കുന്നത്? വായനക്കാരൻ ആണല്ലോ. എല്ലാ പുസ്തകങ്ങളും അല്ല വായിക്കാറില്ലല്ലോ. ഉണ്ടോ? പലതും വായിക്കാറുണ്ട്. അത് വായിക്കേണ്ടത് വായിച്ചു. അല്ല, പൊതുവിൽ എഴുത്തിന്റെ ഒരു വളരെ സീരിയസ് നോട്ട്, ഒരുപാട് എഴുതുന്നതുകൊണ്ട് എഴുത്തിനൊരു ആവശ്യമായ ഒരു ഗൃഹപാഠം ചെയ്യലോ അല്ലെങ്കിൽ എഴുത്തിന് വേണ്ട ഒരു ഇതൊന്നും ഇല്ലാതായി പോകുന്നില്ല ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എഴുതുന്നത്. ഇതൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഭൂഷ സങ്കല്പത്തിൽ നിന്നുണ്ടാകുന്ന സംഗതിയാണ്. പിന്നെ എൻ്റെ സംശയം അതാണ് കാരണം. എഴുത്ത് വായന എന്നൊക്കെ പറയുന്നത് പഴയ ഗുഹാമനുഷ്യർ എന്തിനാണ് ഗുഹയുടെ ഭിത്തിയിൽ ചിത്രം വരച്ചിട്ടത്? ദേ ഹാഡ് സംതിങ് ടു കമ്മ്യൂണിക്കേറ്റ്. അത് ഇന്ന് നമുക്ക് പ്രസക്തമല്ല. പക്ഷെ എഴുതിയിട്ട ആളിന്, അത് വായിച്ച ആദ്യത്തെ ആളിന് ഒരുപക്ഷെ പ്രസക്തമായിരിക്കും. അത്രയേ ഉള്ളൂ ഓരോ പുസ്തകത്തിൻ്റെയും കാര്യം. മലയാള ഭാഷ ഇല്ലാതാകുകയാണെങ്കിൽ ആരാണ് എൻ്റെ പുസ്തകം നാളെ വായിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഞാൻ എന്തിനൊന്നും എഴുതുന്നു എന്ന് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഒരുപക്ഷെ എന്നേക്കാൾ ഈ പുസ്തകം, ഞാൻ എഴുതിയ എല്ലാ പുസ്തകങ്ങളെക്കാളിലും, ഞാൻ 55 വയസ്സ് വരെ അനുഭവിച്ച എല്ലാ അനുഭവങ്ങളെക്കാളിലും തീവ്രമായ അനുഭവങ്ങളും തീവ്രമായ ജീവിത അവബോധവുമുള്ള ഒരു തലമുറയാണ് അടുത്ത് ഒരു വായനക്കാരനോ വായനക്കാരിയോ ആണ് എൻ്റെ പുസ്തകം വായിക്കാൻ എടുക്കുന്നതെങ്കിൽ ആ ആളിന് ഈ പുസ്തകത്തിന് എന്ത് പ്രസക്തിയുള്ളത്? അതുകൊണ്ട് ഇത് വായിച്ച ആളുകളുടെ എല്ലാം പ്രസക്തി ഇല്ലാതായി പോകുമോ? ഇല്ല. ഞാൻ പറയുന്നത് എഴുതുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കഥാർട്ടിക് പ്രോസസ്സാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് തെറപ്പിസ്റ്റുകളൊക്കെ ജേണൽ എഴുതാൻ പറയുന്നത്. എഴുതുന്നത് ഓക്കെ, പക്ഷെ എല്ലാവരും പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അയാളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ സെൽഫ് പബ്ലിഷിംഗ് ഒരു നല്ല ട്രെൻഡാണെന്നാണ് ഞാൻ പറയുന്നത്. നല്ല ട്രെൻഡ് തന്നെയാണ്. സ്വന്തമായിട്ട്, ഞാൻ ഇത്രേ വിചാരിക്കുന്നുള്ളൂ, സ്വന്തമായിട്ട് കത്തി ഉണ്ടാക്കി കുത്തുന്നതിനെക്കാട്ടിലും ബോംബുണ്ടാക്കി മറ്റുള്ളവരുടെ നേരെ എറിയുന്നതിനേക്കാളും വളരെ ഹാംലെസ് ആയിട്ടുള്ള വളരെ നിരുപദ്രവമായൊരു പ്രവൃത്തിയാണ് പുസ്തകങ്ങളോ ആശയങ്ങളും ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആശയങ്ങൾ എടുത്താൽ മതിയല്ലോ. നിങ്ങളെ അത് ഹിംസയിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഒരു സെലിബ്രേഷൻ ഓഫ് മീഡിയോക്രിറ്റിയുടെ ഫീല് കിട്ടാറുണ്ട് പലപ്പോഴും. എവിടെയാണ് മീഡിയോക്രിറ്റി അല്ലാത്ത? നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന സകല മീഡിയോക്കർ ഇതിനെയും പിന്നെ എന്താണ് സെലിബ്രേറ്റ് ചെയ്യുക. ആരാണ് ഇവിടെ ഭരിക്കുന്നത്? ആരാണ്? മീഡിയോക്രിറ്റിയാണ്. യൂണിവേഴ്സിറ്റികളിൽ, സ്കൂളുകളിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ, നമ്മുടെ സ്ട്രീറ്റുകളിൽ, എല്ലായിടത്തും നിങ്ങൾ മീഡിയോക്രിറ്റിയാണ് ആവശ്യം. നിങ്ങൾക്ക് വലിയ എക്സലൻറ്റ് അല്ലെങ്കിൽ എക്സ്ട്രീം സത്യസന്ധതയോ എക്സ്ട്രീം ഓണസ്റ്റിയോ എക്സ്ട്രീം ഇൻറ്റഗ്രിറ്റിയോ ഒന്നും വേണ്ട അല്ലേ? എന്നിട്ട് ഇതിൽ മാത്രം എന്താ ഇത് മീഡിയോക്രിറ്റി വന്നാൽ? സാഹിത്യത്തെ നമ്മൾ കുറച്ചുകൂടി ഒരു ഹയർ പെഡസ്റ്റലിൽ വെക്കുന്നത് കൊണ്ടാകും. അതാ ഞാൻ പറഞ്ഞത്, സാഹിത്യം ഹയർ പെഡസ്റ്റൽ, ലോ പെഡസ്റ്റൽ എന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്. കാരണം ഒരു വ്യക്തിക്ക് ആവശ്യമുള്ള വായു എത്ര, ആ വായുവിൻ്റെ ശുദ്ധി എത്ര എന്ന് ആ ആളിന് മാത്രമേ നിശ്ചയിക്കാൻ പറ്റൂ. മനസ്സിലായില്ലേ? ഒരാളിൻ്റെ ശരീരത്തിൽ വേണ്ട ഉപ്പ് എത്ര, അത് വളരെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇത്ര ഉപ്പ് വേണമെന്ന് പറയാൻ പറ്റുമോ? എഴുതുന്ന എല്ലാവരും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അർജി കൊണ്ട് തന്നെയാണോ എഴുതുന്നത്? ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഈ രാജ്യത്ത് നിയമപ്രകാരം തടയാൻ പറ്റില്ലല്ലോ. അതൊരു ലെസ് ഹാംഫുൾ ആയിട്ടുള്ളൊരു സംഗതിയല്ലേ? ക്ഷമിച്ചുകളാ. എല്ലാ കഥകളിലും ഒരു ഡാർക്കർ, ഒരു അഫിനിറ്റി ടുവേർഡ്സ് ഡാർക്കർ സൈഡ് ഉണ്ട്. അതിന്റെ പേരുകളിലാണെങ്കിലും കഥകളുടെ ഒരു പ്ലോട്ടിലാണെങ്കിലും എവിടെ നിന്നാണ് ഇത്രമാത്രം ഡാർക്ക്നെസ് വരുന്നത്? അതെന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഉള്ളിലുള്ള ഡാർക്ക്നെസ് ഇങ്ങനെ എഴുതി തീർക്കുക. ഏതെങ്കിലും ഒരു വർക്ക്, സിനിമ അല്ലെങ്കിൽ സീരീസ് അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഡിസ്കഷൻ അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. പിന്നെ സിനിമക്കാർക്കൊന്നും അങ്ങനെ എന്നെ അത്ര ഇഷ്ടപ്പെടാറില്ല. സോഷ്യൽ മീഡിയയുടെ അതേ അവസ്ഥയാണ്. യൂത്ത് ലീഗും കോൺഗ്രസും യുവമോർച്ചയും പിന്നെ സിനിമാക്കാരും ഒക്കെ നമ്മളെ ഡിസ്കഷനിൽ വന്നിട്ട് കുറേ അത് ഇങ്ങനെ സിനിമകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരികയും സംസാരിക്കുകയും പിന്നെ പലപ്പോഴും അതിൻ്റെ സ്ക്രിപ്റ്റ് വരെയൊക്കെയുള്ള ഘട്ടങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. പല കാരണങ്ങളാൽ നടന്നില്ല. പിന്നെ അതിന് ഒരുപാട് ഊർജവും സമയവും ആവശ്യമുണ്ട്.
ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയ ഒരു ലോകം, ഒരു കാലം സിനിമയിൽ സംഭവിക്കുന്നുണ്ട്. നല്ല ബോൾഡായിട്ടുള്ള വനിതാ പ്രൊഡ്യൂസേഴ്സ് വരുന്നു, വനിതാ സംവിധായകർ വരുന്നു. അപ്പോൾ ചിലപ്പോൾ എൻ്റെ കഥകളൊക്കെ എനിക്ക് സ്ത്രീകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പുരുഷന്മാരുടെ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പറ്റുമായിരിക്കും എന്ന് പറഞ്ഞത് അവർക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വേണമെങ്കിൽ. അപ്പോൾ ബേസിക്കലി ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കൂ എന്നൊക്കെ പറയുന്നത് ശരിയാണോ? അല്ല. ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ മറ്റൊരു വ്യക്തിക്കേ പറ്റൂ. അതാണ് ശരി. സ്ത്രീ പുരുഷൻ എന്നുള്ളതല്ല. സ്ത്രീ പുരുഷൻ എന്നൊക്കെയുള്ള ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് നമ്മൾ രണ്ട് വ്യക്തികളായി, രണ്ട് മനുഷ്യജീവികളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കാം. അല്ലാതെ സ്ത്രീയായിട്ട് വേറൊരു സ്ത്രീയെ മനസ്സിലാക്കണമെങ്കിൽ അവർ രണ്ടുപേരും മറ്റേ അടിമത്തത്തിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൻ്റെയോ ഒരു ഇത് പങ്കിടേണ്ടി വരും. ഞാൻ ചോദിക്കാൻ കാരണം ഒരു ഏറ്റവും നല്ല സ്ത്രീ കഥാപാത്രങ്ങളെ എഴുതിയിട്ടുള്ളത് പുരുഷന്മാരാണ് ചിലപ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതിൽ ശരിയുണ്ട്. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നതല്ല ജേർണലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതും ചോദിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പരിശോധിച്ച് നോക്കിയിട്ടാണ് ചോദിക്കുന്നത്. അല്ല, എന്നാലും അവർ പറഞ്ഞത് വായിച്ചു നോക്കാമല്ലോ. അതുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് പുരുഷ എഴുത്തുകാർക്ക് സ്ത്രീ മനസ്സിനെ മനസ്സിലാക്കാൻ പറ്റില്ല അങ്ങനെ ഉദാഹരണം പറയും. ഏത് കഥകൾ എടുത്താലും ഉറൂബിന്റെ പുസ്തകങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം പുരുഷന്മാരുടെ ഒരു മയോപ്പിക് വ്യൂ അതിലുണ്ട്. കാരണം അവർ കാണാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയാണ് അവരെപ്പോഴും കാണുന്നത്. അവർ കണ്ടുകൊണ്ടിരുന്നത്, അവർ കാണുന്ന മറ്റേ സുൽപീളയിടം പറയുന്നത് പോലെ നിങ്ങൾ കാണുന്ന ഞാനല്ല എന്നെ കാണുന്ന നിങ്ങളെന്നും എനിക്ക് ആ വരി ഓർമ്മയില്ല. പക്ഷെ ആ ഒരു സംഗതി അതിലുണ്ട്. അതായത് അവർ കാണാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സമൂഹ വ്യവസ്ഥയിൽ, ഒരു വ്യവസ്ഥിതിയിൽ അതിനപ്പുറത്തുള്ളൊരു റിയലായിട്ടുള്ളൊരു മുഖം അന്നത്തെ സ്ത്രീകളായ വ്യക്തികൾക്ക് ഒരുപക്ഷെ പുറത്ത് കാണിക്കാനുള്ള ധൈര്യമോ അവസരമോ കിട്ടിക്കാണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കറിയാവുന്ന എപ്പോഴെങ്കിലും പുറത്ത് കാണുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ആനയുടെ തുമ്പിക്കൈയോ അല്ലെങ്കിൽ വാലോ കണ്ടിട്ട് ആനയെ കണ്ടു എന്ന് പറയുന്നത് പോലെയുള്ളൂ. ഒരു പൂർണ്ണമായും ഒരു സ്ത്രീയെ മനസ്സിലാക്കിയാൽ പുരുഷനത് താങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൂടി. പൂർണ്ണമായും സ്ത്രീയോ, എൻ്റെ പോയിന്റ് സിതാരക്ക് മനസ്സിലായില്ല. കാരണം പൂർണ്ണമായിട്ടൊരു സ്ത്രീയോ പുരുഷനോ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയോ എന്നുള്ളതല്ല നമ്മൾ ശരിക്കും സാഹിത്യത്തിൽ ആപേക്ഷികമാകുന്നത്, ബാധകമാകുന്നത്. ഒരു മനുഷ്യ വ്യക്തിയെ ആ ആളിൻ്റെ ജീവിത പരിസരത്ത്, ആ ആളിൻ്റെ എന്താണ് ആ കാലത്ത് ആ പ്രത്യേക പ്രകൃതിയിലും ജീവിത രീതിയിലും ഭാഷയിലുമൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത്. ഒരു സ്ത്രീക്ക് മാത്രമേ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുരുഷന് മറ്റൊരു പുരുഷനെ മനസ്സിലായിട്ടുണ്ടോ? ഇത്രയും പുരുഷന്മാരെഴുതിയിട്ടുണ്ട്, എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത് ആരും പുരുഷന്മാരുടെ ഒരു പുരുഷ ജീവിതത്തിൻ്റെ, ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യക്തികളുടെ അല്ല, പൗരുഷം എന്നൊരു കോൺസെപ്റ്റിൻ്റെ തന്നെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കുറച്ച് രഹസ്യങ്ങൾ ഭാര്യയോട് പറയാം, കുറച്ച് രഹസ്യങ്ങൾ മക്കളോട് പറയാം, കുറച്ച് രഹസ്യങ്ങൾ സുഹൃത്തുക്കളോട് പറയാം. അങ്ങനെയാണ് ഈ പരസ്പരം ആരും തമ്മിൽ ഈ രഹസ്യങ്ങൾ പങ്കുവയ്ക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ അവരുടെ ജീവിതം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനുഷ്യ വ്യക്തികളായിട്ട് നമുക്കെങ്ങനെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഇതെന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല? അവിടെയാണ് നമ്മൾ സ്ത്രീയുടെ അനുഭവം, സ്ത്രീയുടെ ആഹ്ലാദം, സ്ത്രീ നേരിടുന്ന പ്രിവിലേജ് ഇല്ലായ്മ, സ്ത്രീ നേരിടുന്ന തുല്യതയില്ലായ്മ ഒക്കെ വീണ്ടും ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരുന്നത്. അപ്പോഴാണ് സിതാര ചോദിക്കുന്നത്, ഒരു സ്ത്രീ ആയിരിക്കുന്നത് അത്ര വലിയ കഷ്ടപ്പിടിച്ച കാര്യമാണോ? ആ ചോദ്യം എനിക്കിപ്പോഴും ഉണ്ട്. നമ്മളെല്ലാ സ്വാനുഭവങ്ങളിൽ നിന്നാണല്ലോ ഇതൊക്കെ എത്തുന്നത്. ആ ഒരു അനുഭവം തന്നെ കൂടുതൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കാത്ത, കൂടുതൽ വിമോചനം ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീ, ഒരു
വ്യക്തി ആരുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. സ്വന്തം ഓൺ ടേംസിൽ ജീവിക്കുന്ന സ്ത്രീകൾ ഇല്ല എന്നാണ്. ഉണ്ടാവും. അല്ല, സ്ത്രീകളുണ്ട് ഇഷ്ടം പോലെ. ഓൺ ടേംസിൽ ജീവിക്കുന്ന സ്ത്രീകളുണ്ട് ഉറപ്പായിട്ടും. പക്ഷെ അത് തന്നെയാണോ അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മാക്സിമം അൾട്ടിമേറ്റ് ലിബറേഷൻ എന്ന് ചോദിച്ചാൽ എപ്പോഴും സ്വാതന്ത്ര്യത്തിന് കുറച്ചുകൂടെ അവസരങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കില്ലേ? പക്ഷെ അതേ ചോദ്യം ആണുങ്ങളോട് ചോദിച്ചാലും അവരും ഫുള്ളി ഫ്രീഡത്തിലാണോ ജീവിക്കുന്നത്? നമ്മളെന്തിനാ ആണുങ്ങളോട് ചോദിക്കുന്നത്? അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കുന്നു, തോന്നിയതുപോലെ. അത്രയ്ക്ക് സുഖകരമാണോ ആണുങ്ങളുടെ ജീവിതവും? എല്ലാവർക്കും അവരുടേതായ, രണ്ട് ജെൻഡറിനും അവരുടേതായ പ്രശ്നങ്ങളും സ്വാതന്ത്ര്യങ്ങളും സ്വാതന്ത്ര്യം ഇല്ലായ്മയും ഒക്കെ ഫേസ് ചെയ്യുന്നവരല്ലേ? ആർക്കാണ്? സൊസൈറ്റിയുടെ പ്രിവിലേജ് ആണുങ്ങൾക്കാണ് കൂടുതൽ. അതെ, മെജോറിറ്റി. അതില്ലാന്ന് സംഭവിച്ചല്ലോ സ്ത്രീക്ക്. അപ്പൊ തന്നെ അവിടെ തുല്യത ഇല്ലായ്മ വന്നില്ലേ? തുല്യത ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് അവരുടേതായ പറയുന്നത് തുല്യത ഇല്ല, പ്രിവിലേജ് ഇല്ല, എന്നാലും ഈ ജീവിതം സുഖകരമാണ്. ഞാൻ എന്റെ പേഴ്സണൽ ജീവിതത്തെ കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത്. അതില് പിന്നെ തെലുങ്കിലൊരു കഥയുണ്ട്. അതായത് എൻ്റെ സുഹൃത്ത് പീയൂഷ് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള കഥയാണ്. അതായത് ഒരു വലിയ ജ്യോത്സ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വരും ജന്മങ്ങളൊക്കെ ഗണിച്ച് പറയാൻ പറ്റുമായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്വന്തം മരിക്കാറായി. അപ്പം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ജന്മം എവിടെയാണെന്ന് നോക്കിയപ്പോൾ ഒരു പന്നിയായിട്ടാണ് ജനിക്കുന്നതെന്ന് കണ്ടു. അപ്പോൾ ഇദ്ദേഹം വളരെ അസ്വസ്ഥനായി. ഇത്രയും മഹാനായ, ഇത്രയും ഗണിതജ്ഞനായ ഞാനൊരു പന്നിയായിട്ട് ജനിക്കുകയോ എന്ന് വിചാരിച്ചു. അദ്ദേഹം വളരെ ഇതെല്ലാം കണക്ക് കൂട്ടി എല്ലാം ഗണിച്ചെടുത്ത് എവിടെയാണ് പന്നിയായിട്ട് ജനിക്കുക എന്ന് കണ്ടെത്തി, ഏത് പന്നിക്കൂട്ടത്തിലാണ് ജനിക്കുക എന്ന് കണ്ടെത്തി. എന്നിട്ട് മകനെ വിളിച്ചു പറഞ്ഞു, മകനെ ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാനിങ്ങനെ ജനിക്കും, അപ്പം നീ ഒരു കാര്യം ചെയ്യണം. നീ ആ പന്നിക്കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊന്നു കളയണം. എനിക്ക് പന്നിയായിട്ട് ജീവിക്കാൻ പറ്റില്ല, അതാ എനിക്ക് ചിന്തിക്കാൻ വയ്യ. നീ അതുകൊണ്ട് ഇന്ന സമയത്ത് ഇവിടെ വന്ന് ആ പന്നി പ്രസവിക്കുന്ന സമയത്ത് നീ കുഞ്ഞിനെ കൊന്നു കളഞ്ഞ് എന്നെ രക്ഷിക്കണം, എനിക്ക് അടുത്ത ജന്മത്തിലേക്ക് പോകാമല്ലോ. അങ്ങനെ ഈ പാവം മകൻ യാത്ര ചെയ്ത് ആ സ്ഥലത്ത് ചെന്ന് പന്നിക്കൂട്ടത്തെ കണ്ടെത്തി, പ്രസവിക്കാൻ പോകുന്ന പന്നിയെ കണ്ടെത്തി ആ പന്നിക്കുഞ്ഞിനെ സ്പോട്ട് ചെയ്തു. പന്നിക്കുഞ്ഞ് ജനിച്ച് വീണ് ഇയാൾ കൊല്ലാൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഓടടാ ഓട്ടം. അപ്പോൾ ഇത് എത്ര ഓടിയിട്ടും ചെല്ലാൻ പറ്റുന്നില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, അച്ഛാ നിൽക്ക്, ഇത് ഞാനാണ്, അച്ഛനല്ലേ എന്നോട് പറഞ്ഞത് കൊന്നു കളയണമെന്ന്. അപ്പോൾ പന്നിക്കുഞ്ഞ് തിരിച്ചു നിന്നിട്ട് പറഞ്ഞു, മോനെ, ഈ ജീവിതത്തിൽ ഒരാനന്ദമുണ്ട്, അതെനിക്ക് അനുഭവിക്കാതെ വയ്യ എന്ന്. മനസ്സിലായോ? അപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ആനന്ദകരമാണെന്ന് നമുക്ക് തോന്നി നല്ലതാണ്. പക്ഷെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവില്ലേ എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടും കൂടെ നമുക്ക് നല്ലതല്ലേ? സ്ത്രീക്കും പുരുഷനും സെറ്റ് ഓഫ് ഇഷ്യൂസും പ്രോബ്ലംസും ഇല്ലെന്ന് ആരും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും നിലവിലുള്ള വ്യവസ്ഥിതിയിൽ, നിലവിലുള്ള കുടുംബ സങ്കല്പത്തിൽ, നിലവിലുള്ള സ്ത്രീ പുരുഷ ബന്ധം സംബന്ധിച്ച സാമൂഹിക നിയമങ്ങളിൽ, നിലവിലുള്ള രാഷ്ട്രീയമായ സാഹചര്യങ്ങളിൽ ഒക്കെ സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡർ വ്യക്തിയും, അതിനെപ്പറ്റി സിതാര പറയുന്നേ ഇല്ല, ട്രാൻസ്ജെൻഡർ വ്യക്തികളുമൊക്കെ വിക്ടിംസാണ്. അതിദാരുണമായ ജീവിതമാണ് നമ്മുടേത്. ഇതെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ഈ ദാരുണ ജീവിതത്തിന് ഒരവസാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പ്രിവിലേജ് സംബന്ധിച്ച വിട്ടുകൊടുക്കലുകൾക്കും പരസ്പര ബഹുമാനത്തിനും സഹജീവിതത്തിനും സ്വയം മാറേണ്ടിയിരിക്കുന്നു. പ്രിവിലേജ് ഉള്ളവർക്കാണ് അത് ത്യജിക്കാൻ എളുപ്പം. പ്രിവിലേജ് ഇല്ലാത്തവർക്ക് അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതില്ലാതെ ഒരു സുരക്ഷിതമായൊരു സന്തോഷകരമായൊരു സമൂഹം സാധ്യമല്ല. അതിന് നമ്മൾ വെച്ച് പുലർത്തുന്നതായ ആണത്തം, പൗരുഷം, പിന്നെ എന്താണ് ആൺകുട്ടി എന്നൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ പൊളിച്ചെഴുതേണ്ടിയിരിക്കുന്നു. പൗരുഷം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നിടത്തെല്ലാം നമ്മൾ മനുഷ്യത്വം എന്ന് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ കാലം അത്രയും ഇവിടെ ജീവിച്ച ഈ സമൂഹത്തെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്.
അതുകൊണ്ടാണ് ഒരു കോൺവെർസേഷനിൽ പറഞ്ഞു എല്ലാ നല്ല റൈറ്റിങ്ങും ഫെമിനിസ്റ്റ് റൈറ്റിംഗ് ആണെന്ന് ഞാൻ ചോദിച്ചല്ലോ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ, ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും ഫെമിനിസ്റ്റുകളാണ്. പ്രിയാമ്പിളിൽ പറയുന്ന കാര്യങ്ങളാണ് ഫെമിനിസത്തിൻ്റെ അടിസ്ഥാനം. അത്രയേ ഉള്ളൂ. അതിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ബൈ ഡിഫോൾട്ട് ഒരു ഫെമിനിസ്റ്റാണ്. എനിക്കൊന്നും ആ ചോദ്യം കൂടുതലായിട്ട് സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡർ എന്ന ഇതിന് പകരം വ്യക്തിയാധിഷ്ഠിതമല്ലേ എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം ചോദിക്കാൻ ഉദ്ദേശിച്ചത്. സിതാര ചോദിച്ചത് വ്യക്തിയാധിഷ്ഠിതമാണ് എന്ത്, അതായത് ഈ ലിമിറ്റേഷൻസും പ്രിവിലേജസും അത് ഹാൻഡിൽ ചെയ്യുന്ന രീതിയും ഒക്കെ. അതെ, നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്ത് നമ്മൾ സ്ത്രീയും പുരുഷനും ട്രാൻസ്ജെൻഡർ വ്യക്തിയും എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ തന്നെ ഇത് ഈ നമ്മളിൽ ഓരോരുത്തരും ഏത് മതത്തിൽപ്പെടുന്നു, ഏത് ജാതിയിൽപ്പെടുന്നു, ഏത് ഉപജാതിയിൽപ്പെടുന്നു, ഏത് സാമ്പത്തിക സ്ട്രാറ്റയിൽപ്പെടുന്നു, ഇതെല്ലാം പ്രധാനമാണ്. ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ജീവിതത്തെ, രാഷ്ട്രീയത്തെ, കാഴ്ചപ്പാടുകളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. മലയാളി സൊസൈറ്റി എത്രത്തോളം കപട സൊസൈറ്റിയാണ് മലയാളികളുടെ? എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സൊസൈറ്റി മൊത്തത്തിലുള്ളത് വെച്ച് നോക്കുമ്പോൾ ചില സമയത്ത് ബെറ്റർ ആണെന്ന് തോന്നും കേട്ടോ. ചില സമയത്ത് ചില കാര്യങ്ങളിലൊക്കെ ബെറ്ററാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ പിന്നോക്കം എന്ന് വിചാരിക്കുന്ന ചില സ്ഥലത്ത് സ്ത്രീകൾക്കൊക്കെ കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ചെലവഴിക്കാനും അവർക്ക് സമ്പാദിക്കാനും ഒക്കെ കൂടുതൽ കിട്ടുന്ന ശമ്പളം ഭർത്താവിനെ ബോധ്യപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അച്ഛനെ ആങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ഒരവസ്ഥ പല സ്ഥലത്തും ഇല്ല. എന്ന് വെച്ച് അവരൊക്കെ ഈ പാട്രിയാർക്കി സംബന്ധിച്ച പല നിയമങ്ങളെപ്പറ്റിയും നമ്മളെക്കാൾ ബോധവടായിട്ട് ജീവിക്കുന്ന ആളുകളും ഉണ്ട്. പൊതുവെ ഒരു ഇന്ത്യൻ ഒരു സാഹചര്യത്തിൽ കാപട്യമെന്ന് പറയുന്നത് ഒരു അതിജീവന കലയാണ്. നമ്മളാരും നമ്മളല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെല്ലാം പ്രിറ്റൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതല്ലാതെ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നത് ആദിവാസികൾ, പിന്നെ അവരവരായിട്ട് തന്നെ ജീവിക്കാൻ ധൈര്യമുള്ള കുറച്ച് മനുഷ്യർ. അതല്ലാതെ പ്രത്യേകിച്ച് ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത്, മീഡിയോക്രിറ്റിയെ പറ്റി സംസാരിക്കാൻ മിഡിൽ ക്ലാസ്സിന് ഒരു അവകാശമില്ല. കാരണം മീഡിയോക്രിറ്റിയെ മാത്രം, യാഥാസ്ഥികത്തെ മാത്രം പരിപോഷിപ്പിച്ചുകൊണ്ട് അത് അതിൽ അഭിരമിക്കുന്ന ആളുകളാണ്. നമ്മൾ പ്രോഗ്രസീവ് ആയി കഴിഞ്ഞാൽ പ്രോഗ്രസീവ് ആവുന്നവർക്ക് നിൽക്കാൻ ഒരു സ്പേസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ് കുടുംബത്തിനകത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഇടമില്ലായ്മ അതെവിടെയെന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇതിനകത്ത് പോലും ഉള്ളത്, ഈ പുസ്തകത്തിൽ പോലും ഉള്ളത്. പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക്, ലിബറലായൊരു സ്ത്രീക്ക് എവിടെയാണ് ഇടം? അതിന് ഇടം തരേണ്ടത് ആരാ? നമ്മുടെ ഭരണകൂടമാണ്. അത് മുകളിൽ നിന്ന് ഉറപ്പാക്കേണ്ടതാണ്. പക്ഷേ അങ്ങനൊരു സ്ത്രീക്ക് ഇടമില്ല എന്ന് ഭരണകൂടം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ല, പിന്നെ വലിയ സ്ട്രഗിളാണ്. മനസ്സിലായോ? ഇതെല്ലാ കാലവും അധികാരം നിലനിർത്തിയിരുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് ആദ്യം തുടക്കം സ്ത്രീവിരുദ്ധതയിലാണ്. സ്ത്രീയുടെ ഇടം ഇവിടെയാണ് എന്ന് കൃത്യമായി അത് വേർതിരിച്ച് അവളെ ഒരു ചട്ടക്കൂടിനകത്താക്കുന്നു. പിന്നെ അടുത്തത് ന്യൂനപക്ഷങ്ങളുടെ ഇടം എവിടെയാണെന്ന് കാണിക്കുന്നു. പിന്നെ കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള ഒരു ശ്രേണി ഉണ്ടാക്കുന്നു. കുറച്ച് പേർക്ക് മാത്രമായിട്ട് അധികാരം പരിമിതപ്പെടുത്തുന്നു. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. എല്ലാ കാലത്തും ഇതിലൂടെയാണ് നമ്മൾ ഈ കടന്നുപോയ ഈ മനുഷ്യ ചരിത്രം കടന്നു പോയിട്ടുള്ളത്. ഈ കാലത്ത് നമുക്കത് തടയാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കും. കാരണം ലോകം മുഴുവൻ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീവിരുദ്ധതയ്ക്കെതിരെയുള്ള ഓരോ ചെറിയ പ്രവർത്തനവും വളരെ പ്രധാനമാകുന്നത് അതുകൊണ്ടാണ്. അത് കേവലം ഞാൻ സ്ത്രീ ആയതുകൊണ്ടോ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നം എന്നെ ബാധിക്കുന്നത് കൊണ്ടോ അല്ല.
സ്ത്രീവിരുദ്ധത ആഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ പിന്നെ സ്വേച്ഛാധിപത്യം എന്ന് പറയുന്നത് നോർമലൈസ്ഡാണ്. കാരണം അവിടെ തുല്യത എന്ന് പറയുന്നൊരു സങ്കല്പം വീടിനകത്തു നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുന്നു. ജേർണലിസ്റ്റ് എപ്പോഴെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? എപ്പോഴും മിസ് ചെയ്യും. ചെയ്യുന്നുണ്ട്. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇപ്പം മലമറിച്ചതിനെ തോന്നൽ എപ്പോഴും ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ, എന്നെ എവിടെയും വച്ചോണ്ടിരിക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ജേർണലിസത്തിന് ഈ നോൺ ഫിക്ഷൻ എഴുതുമ്പോഴും ജേർണലിസത്തിനും ഒരു ഗുണമുള്ളത്, നമ്മളൊരു വാർത്ത അന്വേഷിച്ച് പോകുമ്പോൾ റിപ്പോർട്ട് നന്നായിട്ട് എഴുതുമ്പോൾ നമുക്കെന്തോ ഒരു ആരോഗ്യം കൂടി വരുന്ന ഒരവസ്ഥയാണ് തോന്നുന്നു. നമുക്ക് കൂടുതൽ എനർജി കിട്ടും, കൂടുതൽ സ്റ്റാമിന ഉണ്ടാവും. പക്ഷെ ഫിക്ഷൻ എഴുതുമ്പോൾ നേരെ തിരിച്ചാണ്. എക്സോസ്റ്റഡ് ആവും, ഫുൾ എനർജി ഡ്രെയിൻഡ് ആവും. റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? സമയം, മുറി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എനിക്കിങ്ങനെ കുറച്ചൊരാകാശം കാണണം. അതിരാവിലെ പിന്നെ അങ്ങനെയൊന്നുമില്ല. പിന്നെ നടക്കണം, ഇടയ്ക്ക് മുറിയിലിങ്ങനെ ചുറ്റി നടക്കണം, അങ്ങനെയൊക്കെ കുറച്ച്. കമ്പ്യൂട്ടറിലാണ്. വീട്ടിലിരുന്നാണോ എഴുതുക? അങ്ങനെയൊന്നുമില്ല. എഴുതണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തു പോകണം. എഡിറ്റ് ചെയ്യാൻ ചിലപ്പോഴൊക്കെ വീട്ടിലാണെങ്കിലും പറ്റും, പക്ഷെ എഴുതണമെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകണം. അതും ഒരു ഘട്ടത്തിൽ വലിയ പ്രയാസമാണ്, അല്ലെങ്കിൽ വീട്ടുകാർക്ക് പ്രയാസമാവും. ഈ കടലാസിൽ ഒപ്പിട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. വെള്ളം എഴുത്തും വീടിന് പുറത്ത് വെച്ചിട്ട് മിക്കവാറും ഖബറൊക്കെ ഞാൻ അന്ന് എഴുതിയത്, ഖബർ ഘാതകൻ, എനിക്ക് തോന്നുന്നു അന്ന് കോവിഡ് സമയമായിരുന്നു. അതല്ലായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ വേഗത്തിലും കുറച്ചുകൂടി നന്നായിട്ട് എഴുതാമായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം വീട്ടിലെപ്പോഴും നമ്മുടെ ശ്രദ്ധ ചിതറിപ്പോവും. വീട്ടമ്മ റോളൊന്നും ഇല്ലെങ്കിലും അങ്ങനൊരു അതൊരു വീട്ടിലെ സ്ത്രീയുടെ ജീവിതം എപ്പോഴും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, അവളുടേത് മാത്രമല്ല.